ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC Victers അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 മാത്സ് ചാപ്റ്റർ 1 സെറ്റ്സിലെ എക്സസൈസുകളാണ്, NCERT എക്സസൈസുകളാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ട് 12 വരെയുള്ള വീഡിയോസിൽ നമ്മൾ എക്സസൈസ് 1.1 വരെ പഠിച്ചു, എല്ലാ ടോപ്പിക്സും പഠിച്ചു. ഇനി ആ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദി നൾ സെറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ നൾ സെറ്റ് ഏതാണ്? ഇപ്പൊ നൾ സെറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. നൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റാണ് എന്ത് നൾ സെറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. അതായത് ഒറ്റ സംഖ്യ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 അങ്ങനെ പോകുന്നതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് 2 കൊണ്ട് നമുക്ക് ഒറ്റ സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതൊരു നൾ സെറ്റ് തന്നെയാണ്. രണ്ടാമത്തത്, സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പേഴ്സ്. ഒരു ഈവൺ പ്രൈം നമ്പർ, നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എല്ലാം എന്താണ്, ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. ഒരാൾ മാത്രമാണ് അതിനകത്ത് ഈവൺ ആയിട്ട് വരുന്നത്, അത് 2 ആണ്. അപ്പൊ സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 നമുക്ക് എഴുതാൻ കഴിയും. അതുകൊണ്ട് അതൊരു നൾ സെറ്റ് അല്ല. ചോദ്യം നൾ സെറ്റ് ആണോ അല്ലയോ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? നൾ സെറ്റ് അല്ല. അടുത്തത്, the set of all such that x is a natural number x less than 5 and x greater than 7. x less than 5 5-നേക്കാൾ താഴെയാണ്, x greater than 7 7-നേക്കാൾ വലുതുമാണ്. അപ്പൊ ആലോചിക്കുക, 5-നേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ 4, 3 അങ്ങനെ പോകുന്നതാണ്. 7-നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 8, 9 അങ്ങനെ പോകുന്നതാണ്. അപ്പൊ 5-നേക്കാൾ ചെറുതും 7-നേക്കാൾ വലുതുമായ, അതായത് ഒരേ സമയം 5-നേക്കാൾ ചെറുതും 7-നേക്കാൾ വലുതും അങ്ങനെ ഒരു സംഖ്യ ഉണ്ടാവില്ല. അതുകൊണ്ട് അതെന്താണ്? നൾ സെറ്റ് ആണ്. നാലാമത്തത്, the set of all y that y is a point common to any two non-coincident parallels. അതായത് 2 പാരലൈൻസ്, ഈ 2 പാരലൈൻസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് y എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും വരില്ല. ഇങ്ങനെ വരുമ്പോൾ കോമൺ ആയിട്ടൊരു പോയിന്റ് y വരുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ പാരലായിട്ട് പോകുമ്പോൾ കോമൺ ആയിട്ടൊരു പോയിന്റ് y വരില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് എന്തല്ല ഒരു ഇത് നൾ സെറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫിനിറ്റ് ഓർ ഇൻഫിനിറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഫിനിറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. മന്ത് അതായത് ഒരു വർഷത്തിലെ മാസങ്ങൾ, നമുക്കറിയാം ആകെ 12 മാസമുള്ളൂ. അതുകൊണ്ട് അത് എന്ത് സെറ്റാണ്? ഫിനിറ്റ് ആണ്. അതായത് കൃത്യമായിട്ട് എണ്ണം പറയാൻ കഴിയുന്ന സെറ്റുകളാണ് ഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഇതൊന്നൊക്കെയാണ് 1, 2, 3 ഇങ്ങനെ കുറെ കുത്ത് തന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഇങ്ങനെ കുത്തുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1, 2, 3 എക്സെട്ര 99, 100 ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ 100 വരെ ഉള്ളൂ, അപ്പൊ ഫിനിറ്റ് സെറ്റ് ആണ്. ഇതിന്റെ ഇടയിൽ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ 100 വരെ ഉണ്ട്, അത്രേ ഉള്ളൂ, അവിടെ വെച്ച് നിന്നു. സോ ദിസ് ഈസ് എന്താണ്, ഫിനിറ്റ്. ഇത് മോളിത്ത് എന്താണ്, ഇൻഫിനിറ്റ്. എന്താണ് ഫിനിറ്റ് സെറ്റ്, എന്താണ് ഇൻഫിനിറ്റ് സെറ്റ് എന്നൊക്കെ നമ്മൾ ഇതിന്റെ ടോപ്പിക്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫിക്സ്ഡ് നമ്പർ ഓഫ് എന്താണ് എലമെന്റ്സ് ഉണ്ടാവും. അടുത്തത്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100-നേക്കാളും വലുതായിട്ടുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ സംഖ്യയുണ്ട്. സോ ഇൻഫിനിറ്റ് സെറ്റ് ആണ്, ഇൻഫിനിറ്റ് ആണ്. നാലാമത്തെ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99-ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം അഭാജ്യ സംഖ്യകൾ, നമ്മളിതിന് മുന്നേ എടുത്തിട്ടുള്ളതാണ് ക്ലാസ്സിലെ. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് 1, 2, 2, 3, 5, 7 അങ്ങനെ പോയി 99 വരെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് എണ്ണം ഉണ്ട്. സോ അതെന്താണ്, ഫിനിറ്റ് സെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് whether each of the following sets infinite or finite. ഇൻഫിനിറ്റ് ആണോ ഫിനിറ്റ് ആണോ എന്ന് തന്നെയാണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത്. The set of lines which are parallel to x-axis. Suppose this is an x-axis. ഇത് x-axis ആണെങ്കിൽ ഈ x-axisന് പാരലൽ ആയിട്ടുള്ള കുറേ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ ലൈൻസ് എന്തോരം വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, എന്തോരം വേണമെങ്കിൽ വരയ്ക്കാം. സോ ദാറ്റ് ഈസ് ഇൻഫിനിറ്റി സെറ്റ്. അതൊരു ഇൻഫിനിറ്റി സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the set of letters in the English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ് നമുക്കറിയാം 26 ലെറ്റേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് എന്താണ്, അത് ഫിനിറ്റ് ആണ്, ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ഉണ്ട്. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5-ന്റെ മൾട്ടിപ്പിൾസ്, അത് കണ്ടമാനമുണ്ട്, 5, 10, 15, 20 അങ്ങനെ പോകും. സോ അത് ഇൻഫിനിറ്റി സെറ്റ് ആണ്. അടുത്തത്, സെറ്റ് ഓഫ് അനിമൽസ് ലീവിംഗ് ഓൺ ദ എർത്ത്. കാര്യം നമുക്ക് എണ്ണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ ഭൂമിയിലുള്ള
ജീവികളുടെ എണ്ണം ഒരു ഫിക്സഡ് ആയിരിക്കും, അതുകൊണ്ട് അതെന്താണ് ഫിനിറ്റ് സെറ്റ് ആണ്. അടുത്തത് സെറ്റ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. എന്താ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിള് എന്ന് പറയുമ്പോൾ ഒറിജിൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സംഖ്യ ലൈൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഒറിജിൻ 0,0. ഇതിലൂടെ വരയ്ക്കാൻ കഴിയുന്ന സർക്കിളിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം, ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, മനസ്സിലായി, ഇങ്ങനെ വരയ്ക്കാം, അങ്ങനെ കുറേ വരയ്ക്കാൻ പറ്റും. സോ ഇൻഫിനിറ്റ് ആണ് ഈ സെറ്റ് എന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യനിലെ ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈസ് ഈക്വൽ ടു ബി ഓർ നോട്ട്. എയും ബിയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഓർ നോട്ട്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എ സമം ദ സെറ്റ് എ ബി സി ഡി ആൻഡ് ബി സമം ദ സെറ്റ് ഡി സി ബി എ. ഇത് ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. രണ്ട് സെറ്റുകൾ ഈക്വൽ ആകണമെങ്കിൽ അതിലെ എല്ലാ മെമ്പേഴ്സും സെയിം ആയിരിക്കണം. ഇപ്പൊ എ ഇതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്, ബി ഇതിനകത്തുണ്ട് ഉണ്ട്, സി ഇതിനകത്തുണ്ട്, ഇതുണ്ട്, ഡി ഇതിനകത്തുണ്ട്, ഡി ഉണ്ട്. ഇനി വേറെ ഒന്നും എന്താണ് സെപ്പറേറ്റ് വരാൻ പാടില്ല, എയിലോ ബിയിലോ എക്സ്ട്രാ ഒന്നും പാടില്ല. സോ ദിസ് ഈസ് ഈക്വൽ, എ ഈസ് ഈക്വൽ ടു ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ സമം 4, 8, 12, 16 and b സമം 8, 4, 16, 18. അപ്പൊ ഇത് ഈക്വൽ ആണോ? ഇത് നോക്കുമ്പോൾ 1, 2, 3, 4 ഇവിടെ 4 പേരുണ്ട്, 1, 2, 3, 4 4 പേരുണ്ട്. അപ്പൊ എണ്ണം വെച്ച് നോക്കുമ്പോൾ അവർ ഈക്വൽ ആണ്. പക്ഷെ അങ്ങനെയല്ല നോക്കേണ്ടത്, എന്താണ് അതിനകത്തുള്ള എലമെന്റ്സ് ഈക്വൽ ആണോ നോക്കണം. 16 ഉണ്ട്, ബട്ട് 12, 18 അവിടെയും ഇവിടെയും ഇല്ല, എയിലും ഇല്ല ബിയിലും ഇല്ല. എയിൽ 18 ഇല്ല, ബിയിൽ എന്തില്ല, 12 ഇല്ല. സോ ദിസ് ഈസ് എ നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും സെയിം അല്ല. ഓക്കെ, ക്ലിയർ? അതിനകത്ത് വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സമം 2, 4, 6, 8, 10. B സമം the set of follows such that x is a positive even integer less than or equal to 10. അപ്പോ എന്താണ് നോക്കാം. എ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 ഇരട്ട സംഖ്യകളാണ് 10 വരെ ഉള്ളത്. ബി എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് ഫോളോസ് സച്ച് ദാറ്റ് x is a positive even integer less than or equal to 10 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇരട്ട സംഖ്യകളായിരിക്കണം, 10ൽ താഴെ ആയിരിക്കണം, 10 ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടിയായി. സോ എ ഈസ് ഈക്വൽ ടു എന്താണ്, ബി. എന്നിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ എ സമം the set of follows such that x is a multiple of 10. 10ന്റെ മൾട്ടിപ്പിൾ ആണ്. ബി സമം 10, 15, 20, 25, 30 എക്സെട്ര. അപ്പോ ഇത് ഈക്വൽ അല്ല. കാരണം എന്താ, മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10, 20, 30 അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ്. ഇവിടെ അങ്ങനെ 10 കഴിഞ്ഞിട്ട് 15 എന്നുണ്ട് ഉണ്ടോ. അപ്പൊ 15 10ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. സോ ദിസ് ഈസ് എ നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്, ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ് ഈക്വൽ ഗീവ് റീസൺസ്. ഇതുപോലെ ഈക്വൽ ആണെന്ന് ചോദിക്കുകയാണ്, അതിന്റെ റീസൺസ് നമ്മളോട് എഴുതാൻ പറയാണ്. ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ഒന്ന് എ സമം 2,3 ആൻഡ് ബി സമം ദ സെറ്റ് ഓഫ് ഫോളോസ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ചോദ്യം. അപ്പോ ഇതിന്റെ നിങ്ങൾ മിഡിൽ ടേം സ്പ്ലിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ബി സ്ക്വയർ മൈനസ് 4 ഈ ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കാണാം. അപ്പോൾ ഇത് നമ്മൾ സൊല്യൂഷൻ കാണുമ്പോൾ രണ്ട് സംഖ്യയിൽ ഗുണിച്ചാൽ 6 കിട്ടണം, കൂട്ടിയാൽ 5 കിട്ടണം. അങ്ങനെ രണ്ട് സംഖ്യ 3ഉം 2ഉം ആണ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3x പ്ലസ് 6 ഇതിനെ ബ്രാക്കറ്റിനകത്താക്കുക, ഇതിന് എക്സ് പുറത്തെടുക്കുക.
ഇപ്പൊ എന്താണ് x+2 എന്ന് വരും. അതിന് ഇപ്പുറത്ത് കൂടെ x+2 ഇവിടെ 3. സോ ഇതെങ്ങനെ ചെയ്യണമെന്ന് 10ാം ക്ലാസ്സിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, 10ാം ക്ലാസ്സിലെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നോക്കിയാൽ മതി. 10ാം ക്ലാസ്സിലെ ഏകദേശം 11 ചാപ്റ്റർ ഫുൾ വീഡിയോസും ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇതിനകത്ത് രണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് x+2 = 0 ഓർ x+3 = എന്താണ് 0. x+2 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വില എന്തായിരിക്കണം -2. x+3 = 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില എന്തായിരിക്കണം എന്താണ് -3. അപ്പോ ഇവിടെ നമുക്ക് എയിൽ തന്നിരിക്കുന്നത് എന്താണ് 2ഉം 3ഉം ആണ്. ബട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് -2 -3 ആണ്. സോ നമ്മുടെ ഇക്വേഷന്റെ ഉത്തരം -2 -3. സോ ഇത് സെയിം ആണോ? അല്ല. സോ a not equal to b. ഓക്കെ, ക്ലിയർ? അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് വരുന്നത് a സമം x is a letter in the word follow FOLLOW and b in the word wolf. ഓക്കെ, ഇത് സെയിം ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ഫോളോ ഇതിനകത്ത് ലെറ്റർ ഇങ്ങനെ തന്നാൽ പോലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം എഴുതാൻ പാടുള്ളൂ. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്കൊന്നും കൂടി തിരുത്തി എഴുതാം. ഒന്നെന്താണ് FOL, പിന്നെയും എല്ലും ഓ എഴുതരുത്, W. സോ ഇവിടെ F ഉണ്ട്, ഇവിടെ F ഉണ്ട്, L ഉണ്ട്, O ഉണ്ട്, W ഉണ്ട്. സോ ദാറ്റ് മീൻസ് A is equal to B. കണ്ടോ? അപ്പൊ A is equal to എന്താണ് B ആയിട്ട് മാറി. അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. ഈ ഈക്വൽ സെറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു ഈ 1.2 എന്ന് പറയുന്നത്. 1.2ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. അപ്പൊ കുറച്ച് സെറ്റ് വന്നിട്ടുണ്ട്. സമം A സമം 2, 4, 8, 12 ആൻഡ് B സമം 1, 2, 3, 4. C സമം set 4, 8, 12, 14 and D സമം 3, 1, 4, 2. E സമം -1, 1. F സമം 0, A. G സമം 1, -1. H സമം 0, 1. ഇതിന് ഈക്വൽ ആയിട്ടുള്ള സെറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിയാൽ തന്നെ അറിയാം ഇത് 4 ഉണ്ട്, 2 ഈക്വൽ ആണ്. B and D are equal. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഈക്വൽ ആയിട്ട് കാണുന്നുണ്ടോ? B and D are equal. ഓക്കെ, then similarly E and G ഇത് 2 ഈക്വൽ ആണ്. കണ്ടോ? -1, 1. ബാക്കി ഒന്നും തന്നെ എന്താണ് നിങ്ങൾ നോക്കിയാൽ ഈക്വൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. സോ E is equal to G. അപ്പോൾ 1.2 എക്സസൈസ് കംപ്ലീറ്റ് ആയി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. ഇത് നമ്മൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആയിരുന്നു. നെക്സ്റ്റ് എക്സസൈസ് വരുന്നത് സബ്സെറ്റിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസുകളാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടു പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ ചേരാം. ഇൻസ്റ്റാൾമെന്റ് സ്കീം അവൈലബിൾ ആണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക 9747977418. Thank you.